നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ ഭക്ഷണത്തിൽ വിഷം കലർന്നതിന്റെ ഉത്തരവാദിത്തം നീ ഒരാൾക്ക് മാത്രമാ. എടി, നമ്മൾ ഒരാൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുമ്പോ അത് കഴിക്കുന്ന ആളുടെ കയ്യിൽ എത്തുന്നത് വരെയുള്ള പൂർണ്ണ ഉത്തരവാദിത്തം നമുക്ക് മാത്രമാ. കണ്ണിലെ കൃഷ്ണമണി പോലെ, അല്ലെങ്കിൽ സ്വന്തം പ്രാണം പോലെ കാക്കണം അന്നം. അതിപ്പോ അവളെ മാത്രം അങ്ങനെ കുറ്റം പറഞ്ഞാൽ എങ്ങനെയാ ശാരദാമ്മേ? ഇവിടുന്ന് നിങ്ങളുടെ ജോലിക്കാരുടെ കയ്യിലല്ലേ ഭക്ഷണം കൊടുത്തു വിട്ടത്? അവൾ കൊണ്ടുപോകുന്നതിനിടയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലെത്തിയിട്ടോ ഒക്കെ ഭക്ഷണത്തിൽ വിഷം കലരാലോ. ശാന്ത എന്റെ കൂടെ വർഷങ്ങളായിട്ട് നിൽക്കുന്നവളാ. അവളുടെ ഉത്തരവാദിത്തം എനിക്കറിയാം. ആഹാ, അപ്പൊ ശാരികയെ മാത്രമാണ് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തത്? വിജയലക്ഷ്മി, ഞാൻ സംസാരിക്കുന്നത് എന്റെ മോളോടാ. ശാരി, അതെ, നിങ്ങളുടെ മോളൊക്കെ പണ്ട്. ഇവളെ എന്റെ രാജീവ് കെട്ടിയ പെണ്ണ. ഈ വീട്ടിൽ കയറില്ലെന്ന് ഇവളുടെ അടുത്ത് തോന്നിയാസം പറയരുത്. ഇവള് ഭക്ഷണത്തിൽ വിഷം കലർത്തിന്നോ? ആഹാ, അത് കൊള്ളാലോ. നിജാമേ, വേണ്ട. ഞാൻ നിന്നെ വഴക്ക് പറയായിരിക്കും, പക്ഷേ അത് നീ നേർവഴിക്ക് നടക്കാൻ വേണ്ടിട്ടാ. വേറെ ആരും നിന്നെ ശാസിക്കാനും ശിക്ഷിക്കാനും വരുന്നതേ എനിക്കിഷ്ടമല്ല. അതിപ്പോ സ്വന്തം അമ്മയായാലും. ഇനിയാ കൊള്ളരുതാഴുക ഇവിടെ ഒന്ന് പറഞ്ഞാലേ ചൂലെടുക്കും ഞാൻ. ചൂലൊന്നും എടുക്കണ്ട വിജയലക്ഷ്മി, ഞാൻ ഇറങ്ങിക്കോളാം. പോലീസ് എന്നോട് പലവട്ടം തിരിച്ചും മറിച്ചും ചോദിച്ചു ആരാ അവിയൽ ഉണ്ടാക്കിയതെന്ന്. നീയാന്ന് അറിഞ്ഞു വെച്ചോണ്ടാ ചോദ്യം എന്നറിഞ്ഞിട്ടും ഞാൻ വാ തുറന്നില്ല. എന്റെ മകളെ കല്യാണം കഴിപ്പിച്ചയച്ച വീട്ടില് പോലീസ് കയറി നിരങ്ങണ്ടെന്ന് കരുതി. ഒരു കോളേജ് ലെക്ചറിന്റെ ഭാര്യ എന്റെ മോള്. ശാരദയെ പോലെ വെറും ഒരു പാചകക്കാരിയല്ല. പക്ഷെ അങ്ങനെ പോലീസ് വന്നിരുന്നെങ്കിൽ ആ വിഷം വന്ന വഴി പോലീസ് കണ്ടെത്തിയേനെ. എലിവിഷം എന്തായാലും തന്നെ വന്നെന്ന് അവിയലിന് വീഴൂലല്ലോ. നിങ്ങൾ വീണ്ടും ഞങ്ങളുടെ പുറത്തേക്ക് കയറാൻ പോകണം. വീടിത്തിരി പഴയതാണെങ്കിലേ ഞങ്ങൾ എലിവശമൊന്നും വാങ്ങാറില്ല. എനിക്കാണെങ്കിൽ ആ സാധനം കൈകൊണ്ട് തൊടുന്നത് പോലും പേടിയാ. അതുകൊണ്ടാ ഞങ്ങൾ 3-4 പൂച്ച ഇവിടെ വളർത്തുന്നേ. അല്ലേ കൃഷ്ണൻകുട്ടി ചേട്ടാ? പൂച്ച പൂച്ച പൂച്ച. ആരും ഉത്തരവാദിത്വം ഒന്നും ഏറ്റെടുക്കണ്ട. എല്ലാം ശാരദ തന്നെ ഏറ്റോളാം. പക്ഷേ ദൈവത്തിന്റെ കോടതിയിൽ നിന്നൊന്നുണ്ട്. നന്ദിയുണ്ട് മോളെ ഗുരുദക്ഷിണയ്ക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.